എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, അതുപോലെ തന്നെ DMLT, അതുപോലെ തന്നെ DOA ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ, അതായത് ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം തന്നെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചുകൾ മുഖേനയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് എടുത്ത ശേഷം ആ ഒരു ചലാനും എടുത്തുകൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീസ് എത്ര രൂപയാണോ ചലാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പൈസ കൂടി എടുത്തിട്ട് പോയിട്ട് നിങ്ങൾ ഈ ഒരു ചലാൻ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചലാൻ്റെ ഒരു ബാക്കി ഭാഗം നിങ്ങൾക്ക് അവിടെ നിന്ന് ബ്രാഞ്ചിൽ നിന്ന് അതിൻ്റെ ഒരു പകുതി ഭാഗം നിങ്ങൾക്ക് ആ ഒരു ചലാനിൽ തന്നെ കാണാൻ പറ്റും, നടുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസിപ്റ്റ് ആയിട്ട് ആ ഒരു ബാക്കി ഭാഗം നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക, കാരണം അഡ്മിഷൻ സമയത്ത് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾക്കത് വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നതായിട്ട് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ UPI ID വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ്സ്, അതായത് ഈ ഒരു ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ വെച്ചുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്ന കാര്യമാണ് ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് എപ്പോഴാണ് കിട്ടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് അല്ലെങ്കിൽ കോഴ്സാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്, അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തു, അതായത് ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് അവിടെ റെസിപ്റ്റ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്തത് ആണെങ്കിലും 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ചലാൻ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് LBSൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ആ റെസിപ്റ്റ് ആണ് കാണാൻ പറ്റുക. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസിപ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഒന്ന് പ്രിൻ്റ് എടുക്കുക, അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കതിൽ കൃത്യമായിട്ട് നൽകിയത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചലാൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരികയും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള അതായത് ഓപ്ഷൻ ഉണ്ടാവുക, അതായത് ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുക. നിങ്ങൾ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ വെച്ച് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇതിൽ നെറ്റ് ബാങ്കിങ് വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നാളെ വൈകുന്നേരം 5 മണിക്കകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യില്ല. പിന്നീട് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം നോക്കാം. അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നത് ഇവിടെ LBSൻ്റെ വെബ്സൈറ്റിൽ സൈഡിലായിട്ടുള്ള 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതായത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ട്രോഫി ഉള്ള ആ ഒരു സിമ്പിൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ആ ഒരു അവിടെയുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് അതുപോലെ ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു പേജിലേക്ക് പോകും. ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു മേക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് 3 റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമാണ് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ എന്നുള്ളത്. നിലവിൽ ഇവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് മേക്ക്
പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അതുപോലെ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾ ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് വന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു വിദ്യാർത്ഥിയുടെ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറൊരു വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ചലാൻ വഴിയാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ചലാനിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അല്ല പകരം മറ്റൊരാളുടെ ഫോട്ടോ ആണ്. അതുപോലെ ഡീറ്റെയിൽസും കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾ LBS സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട്സ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻഡെക്സ് പേജിൽ, അതായത് ഈ ഒരു സാധാരണ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പേജിൽ തന്നെ കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ അലോട്ട്മെൻറ്റിൻ്റെ വിഭാഗത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണോ വിളിച്ചാൽ കിട്ടുന്നത് ആ ഒരു നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു ചലാൻ്റെ അതിലുള്ള ഫോട്ടോ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ അല്ല, അതുപോലെ തന്നെ ഡീറ്റെയിൽസും തെറ്റാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചലാനിൽ നിങ്ങളുടെ ഫോട്ടോ അല്ല അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫോട്ടോ ആണോ, ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് തന്നെ പോകാം. അതിനുശേഷം നമുക്കിവിടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക്, അതായത് ഇവിടെ റീ അറേഞ്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ ആ ഒരു കോമൺ ആയിട്ടുള്ള സംശയത്തിലേക്ക് പോകാം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിച്ചൊരു കാര്യമാണ്, എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു കോളേജ് എനിക്കിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു സീറ്റ് തന്നെയാണ് നിങ്ങൾക്ക് മതി, അവിടെ തന്നെയാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ്റെ ബാക്കിയുള്ള ഓപ്ഷനുകൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ 12ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 12ാമത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അതിന് ശേഷമുള്ള, അതായത് അതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളാണ്, അതായത് ഹയർ ഓപ്ഷൻസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 12ന് ശേഷം താഴെയുള്ള 13, 14 ഓപ്ഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും റിമൂവ് ആവും. അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷനുകളാണ് അവിടെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 12ാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് 11ാമത്തെ ഓപ്ഷൻ വരെ നിലവിൽ ഓപ്ഷൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് സാറ്റിസ്ഫൈഡ് ആണ്, ഇനി മറ്റു ഓപ്ഷൻ നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷൻ്റെ നേരെ നിങ്ങൾക്കിതുപോലെ റിമൂവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ഓരോ ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു ഓപ്ഷനുകളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഓപ്ഷൻ റിമൂവ് ആയി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതും അതിനുശേഷം അത് സേവ് ചെയ്ത് അത് കൺഫേം ചെയ്യുകയും ചെയ്യുക. സേവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങളുടെ എല്ലാ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടുകയും നോ ഓപ്ഷൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലും ഓരോ ഓപ്ഷനുകൾ നിങ്ങളുടേതായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ലഭിച്ച നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡിലോ തേർഡിലോ മറ്റൊരു കോഴ്സിലോ കോളേജിലേക്കോ ഒരു മാറ്റവും ലഭിക്കുന്നതല്ല. ആ ഒരു നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ ഒരു സീറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷനുകളിൽ എല്ലാ ഓപ്ഷനുകളും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം. ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് ചില വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമായി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 11 ഓപ്ഷനുകളാണ് നിലവിൽ ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ 2ാമത്തെയും വേണ്ട 10ാമത്തെയും ഓപ്ഷൻ വേണ്ട എങ്കിൽ ആ 2 ഓപ്ഷനുകളെ റിമൂവ് ചെയ്ത ശേഷം സേവ് ചെയ്യും. സേവ് ചെയ്യുന്ന സമയത്ത് ആ 2 ഓപ്ഷനുകളും എൻ്റെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെ മാത്രമായിട്ട് ഒഴിവാക്കി സേവ് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് 10ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് 1ാമത്തെ ഓപ്ഷൻ ആക്കി മാറ്റണം, 2ാമത്തേതിനെ നിങ്ങൾക്ക് ഒരു 10ാമതായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവൈലബിൾ കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏത് ഓപ്ഷൻസ് ആണോ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ആ ഒരു ഓപ്ഷൻ നമ്പർ നൽകുകയും സേവിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷൻസിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് മാറിയതായിട്ട്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് അതിൻ്റെ ആ ഒരു ക്രമം ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന 1, 2 അതായത് 2, 3 അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻസ് എന്തെങ്കിലും റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ
അതായത് റിമൂവോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളത്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സാധിക്കും. എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ നിന്നും ഒരു NOC എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. അതായത് മറ്റ് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ കോളേജിന് അത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും തിരിച്ചു തരും എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC, അതായത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ കോളേജും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ NOC കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അന്വേഷിക്കുകയും അങ്ങനെ NOC കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് NOC വാങ്ങി അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതും, NOC കിട്ടാത്ത കോളേജാണെങ്കിൽ, അതായത് NOC തരാത്ത കോളേജാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് ആ ഒരു കോഴ്സ് പഠിക്കാം. അതല്ലെങ്കിൽ അഡ്മിഷൻ നേടാതെ പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ലെങ്കിൽ കോഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതി. അതുപോലെ ഇതുവരെ പങ്കെടുക്കാതെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് നടത്തിയ ശേഷം പിന്നീട് ബാക്കി വരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒന്നുകിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ട, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഓപ്ഷൻ, അതായത് ആ ഒരു കോളേജിൽ പോകാൻ താല്പര്യമില്ല, അതുപോലെ ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് നോക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അതിൽ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു 3 രീതികളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതിലും നല്ലത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം രണ്ടും ഏകദേശം ഒരേ സെയിം റിസൾട്ടാണ് ഉണ്ടാവുക. അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ നിങ്ങൾ അഡ്മിഷൻ അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല. കാരണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നിങ്ങൾ നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് മതിയോ അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പാക്കിയ ശേഷം മാത്രം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ പിന്നീട് ആ ഒരു കോഴ്സിനോടോ അല്ലെങ്കിൽ കോളേജിനോടോ ഒക്കെ ഒരു താല്പര്യം അവിടെ തന്നെ പഠിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് തന്നെ പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ആ ഒരു രീതിയിൽ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണോ ഇപ്പോൾ കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് തീരെ അവിടെ പോകാനായിട്ട് സാധിക്കില്ല എന്നാണെങ്കിൽ പ്രത്യേകിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അത് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.